ഹായ് കൂട്ടുകാരെ, PSC മന്ത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4 ടെക്സ്റ്റ് ബുക്ക് ഉള്ളതിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റിൽ നൽകിയിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടു പോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ആരുടെ വാക്കുകളാണിത്? ടാഗോർ. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റിവരണ്ട് പോകുമ്പോൾ അവർ വിട്ടു പോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ആരുടെ വാക്കുകളാണിത്? ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ആരുടെ വാക്കുകളാണിത്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ആരുടെ വാക്കുകളാണിത്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി മരണപ്പെട്ട ദിവസം. ജനുവരി 30. ഗാന്ധിജി മരണപ്പെട്ട ദിവസം 1948 ജനുവരി 30. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി. VP മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി VP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിനുള്ള ലയനക്കരാർ തയ്യാറാക്കിയതാര്? സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിനുള്ള ലയനക്കരാർ തയ്യാറാക്കിയതാര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? മദ്രാസ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? മദ്രാസ്. ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കി ഋത്വിക് ഘട്ടക് സംവിധാനം ചെയ്ത ചലച്ചിത്രം. മേഘേ ധാക്കധാര. ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കി ഋത്വിക് ഘട്ടക് സംവിധാനം ചെയ്ത ചലച്ചിത്രം മേഘേ ധാക്കധാര. ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കി ഗരം ഹവ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? MS സത്യു. ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കി ഗരം ഹവ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? MS സത്യു. ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കി തമസ് എന്ന ചിത്രം സംവിധാനം ചെയ്തതാര്? ഗോവിന്ദ് നിഹലാനി. ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കി തമസ് എന്ന ചിത്രം സംവിധാനം ചെയ്തതാര്? ഗോവിന്ദ് നിഹലാനി. ട്രെയിൻ ടു പാകിസ്ഥാൻ സംവിധാനം ചെയ്തതാര്? പമേല റൂക്സ്. ട്രെയിൻ ടു പാകിസ്ഥാൻ സംവിധാനം ചെയ്തതാര്? പമേല റൂക്സ്. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ജോലി നോക്കിയ വ്യക്തി ആരാണ്? VP മേനോൻ. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ജോലി നോക്കിയ വ്യക്തി ആരാണ്? VP മേനോൻ.
ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? വി പി മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വി പി മേനോൻ. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? വി പി മേനോൻ. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? വി പി മേനോൻ. ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി? വി പി മേനോൻ. ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവിയിൽ എത്തിയ ആദ്യത്തെ മലയാളി വി പി മേനോൻ. 1952 ഒറീസ ഗവർണറായാണ് അദ്ദേഹം ചുമതലയേറ്റത്. ഫ്രാൻസിന്റെ അധീനതയിലുള്ള പ്രദേശമേത്? മാഹി. ഫ്രാൻസിന്റെ അധീനതയിലുള്ള പ്രദേശം ഏതാണ്? മാഹി. പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയൻ ലയിക്കപ്പെട്ട വർഷം? 1954. പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയൻ ലയിക്കപ്പെട്ട വർഷം? 1954. ഗോവ ഇന്ത്യൻ യൂണിയൻ ലയിക്കപ്പെട്ട വർഷം? 1961. ഗോവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം? 1961. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ ഫ്രാൻസിന്റെ അധീനതയിലായിരുന്നു. 1954 ഇവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. 1961 ഗോവയും ദാമന്തിയും ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഭരണഘടന നിലവിൽ വന്ന വർഷം? 1950 ജനുവരി 26. ഭരണഘടന നിലവിൽ വന്ന വർഷം? 1950 ജനുവരി 26. ഇന്ത്യയിൽ ആദ്യമായി പൊതുതിരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1951-52 കാലഘട്ടം. ഇന്ത്യയിൽ ആദ്യമായി പൊതുതിരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1951-52 കാലഘട്ടം. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നയിച്ച് മരണമടഞ്ഞ വ്യക്തി? പോറ്റി ശ്രീ രാമലു. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം? 1953. ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം? 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാത്ത വ്യക്തി? പോറ്റി ശ്രീ രാമലു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാത്ത വ്യക്തി? പോറ്റി ശ്രീ രാമലു. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം?
1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം എത്ര സംസ്ഥാനങ്ങളാണ് നിലവിൽ വന്നത്? 14 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം എത്ര സംസ്ഥാനങ്ങളാണ് നിലവിൽ വന്നത്? 14 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ. ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ. ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. 1951 ഭീലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹായത്താലാണ് നിർമ്മിച്ചത്? റഷ്യ. ഭീലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതു രാജ്യത്തിന്റെ സഹായത്താലാണ് നിർമ്മിച്ചത്? റഷ്യ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം. ബ്രിട്ടൻ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം. ബ്രിട്ടൻ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഒറീസ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഒറീസ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഭക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഭക്രാനങ്കൽ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന് നേതൃത്വം നൽകിയ വ്യക്തി. ഹോമി ജഹാംഗീർ ഭാവ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിനു നേതൃത്വം നൽകിയ വ്യക്തി. ഹോമി ജഹാംഗീർ ഭാവ. ഇന്ത്യൻ ആണവോർജ കമ്മീഷന് നേതൃത്വം നൽകിയ വ്യക്തി. ഹോമി ജഹാംഗീർ ഭാവ. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം. 1962. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം. 1962. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം. 1969. ഇത് മാറിപ്പോകരുത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ചത് 69-ലും സമിതി രൂപീകരിച്ചത് 1962-ലുമാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുമ്പ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം? 1975. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം? 1975. ISROയുടെ ആസ്ഥാനം? ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാനം? ബാംഗ്ലൂർ. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം? ഇന്ത്യ. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം? ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യം? ചാന്ദ്രയാൻ 1. ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യം? ചാന്ദ്രയാൻ ഫസ്റ്റ്. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചതെന്നാണ്? 2008 ഒക്ടോബർ 22. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ആറ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യം അറിയപ്പെടുന്നത് മംഗൾയാൻ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം? മംഗൾയാൻ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം? മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്? വിക്രം സാരാഭായ്. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം? 11. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണിത്? ഡോക്ടർ DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണിത്? ഡോക്ടർ DS കോത്താരി. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്യുന്ന കമ്മീഷൻ ഏത്? ഡോക്ടർ രാധാകൃഷ്ണൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്യുന്ന കമ്മീഷൻ ഏത്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം ലക്ഷ്യം വയ്ക്കുന്ന കമ്മീഷൻ ഏത്?
ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം ലക്ഷ്യം വയ്ക്കുന്ന കമ്മീഷൻ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മീഷൻ ഏത്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മീഷൻ ഏത്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം. 1986. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം. 1986. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ഗ്രന്ഥമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ഗ്രന്ഥമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന്? നവംബർ 11. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ നിയമം പാസാക്കിയ വർഷം. 2009. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ നിയമം പാസാക്കിയ വർഷം. 2009. ഈ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ വർഷം. 2018. സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ വർഷം. 2018. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനം. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം. ഡൽഹി. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം ഡൽഹി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം. ഡൽഹി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ഡൽഹി. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചരണം ലക്ഷ്യമാക്കിയ സ്ഥാപനം. ലളിതകലാ അക്കാദമി. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചരണം ലക്ഷ്യമാക്കിയ സ്ഥാപനം ലളിതകലാ അക്കാദമി. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സ്ഥാപനം. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സ്ഥാപനം നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനെ നിയമിച്ച വർഷം. 19
1948 രാധാകൃഷ്ണൻ കമ്മീഷനെ നിയമിച്ച വർഷം 1948. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനെ നിയമിച്ച വർഷം 1952. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനെ നിയമിച്ച വർഷം 1952. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യ ചൈനയുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട വർഷം 1954. ഇന്ത്യ ചൈനയുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട വർഷം 1954. പഞ്ചശീല തത്വങ്ങളിൽ ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ്. പഞ്ചശീല തത്വങ്ങളിൽ ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.